സരിഗമ വല്ലാത്തൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എനിക്കും ജാസ്മിനും. അതായത് അതിലുള്ളൊരു എനിക്ക് ടോപ്പ് 6 എത്തിയ ആൾക്കാരാണ്, അതിലെത്തിയ ആൾക്കാരാണ് നമ്മള്. അതിലെല്ലാവരും ഇപ്പൊ ഫുൾ ടൈം മ്യൂസിക് തന്നെ ആയിട്ട് ഭയങ്കര വാർക്ക പണിക്ക് ഓരോ സിംഗേഴ്സിന് വിടണ മാതിരി ഇപ്പൊ എനിക്കില്ലെങ്കിൽ ഞാൻ ഉപനെ വിടും. നിങ്ങളും ഈ പ്രായത്തിലൊക്കെയുള്ള നല്ല പെണ്ണ് കേസാ ഇടയ്ക്ക് കൊണ്ടുവരും, ബാക്ബർക്ക് കൊണ്ടുവരലുണ്ട്. ഇവര് ഏതോ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് വരലുണ്ട്. ഒരു കുട്ടിയുണ്ട്, രണ്ടാമത്തെ കുട്ടിയാവുന്നു. ഒരു മോളുണ്ട് 2 വയസ്സുള്ള മോള്. അതെന്താന്നറിയോ, മോളാ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടിയായിട്ട് വാപ്പാനായിട്ട് ഒരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഷോയ്ക്കൊക്കെ പോകുമ്പോ. അപ്പൊ അങ്ങനെ പലരെയും അറിയാം എന്നെ. ഞാൻ ആദ്യമായിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗ്, അതായത് ഒരു സ്റ്റുഡിയോയിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണത് ഇവന്റെ സ്റ്റുഡിയോയിലാണ്. ഗുരു ആയിട്ട് അതിൽ മാത്രം എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, സൗണ്ട് എഞ്ചിനീയറിംഗ് അതേപോലെ തന്നെ ഇവരൊക്കെ കേമന്മാരായി. അത് അല്ല, കഴിവ് ഒരു രക്ഷല്ല, കഴിവില്ല അല്ല, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. അത് എന്താന്ന് വെച്ചാല് കഴിവില്ല. അബ്ബർക്കയുടെ വൈഫ് എന്താണ്, അടിപൊളി കുക്കാണ്. ഇന്ത്യനാണ് ആള്. മലയാളം പഠിച്ചു തുടങ്ങി. പിന്നെ ഊഞ്ഞാലിന് ഊണാലിനൊക്കെ പറയും. അങ്ങനത്തെ പവിഴവല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാമിൽ ലഹരിയും ഭൂമി സുന്ദരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു നമ്മുടെ എപ്പിസോഡ് സ്പെഷ്യൽ ആക്കുന്നത് ഈ യങ് ജനറേഷൻ, ഈ ഒരു ബോയ്സ് ആണ്. ഇവരെങ്ങനെ സ്പെഷ്യൽ ആക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ആദ്യം ഇവരെ എന്തെങ്കിലും ഒരു അർത്ഥത്തിൽ സ്പെഷ്യൽ ആയതുകൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ സംതിങ് സ്പെഷ്യലിൽ വന്നിരിക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഇവരുടെ പേരൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ഇവരെങ്ങനെ സ്പെഷ്യൽ ആവുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജാസിം, അക്ബർ, ഗഫൂർ, സാബു ആൻഡ് ഫൈസി. അല്ല, എന്നോട് ഫൈസി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പേരല്ലേ നിങ്ങൾക്ക് അങ്ങനെ നിക്നെയിം ഒന്നും അറിഞ്ഞൂടെ? ഗഫൂർ അങ്ങനെയാ വിളിക്കണേ. ഗഫൂർ എന്റെ അടുത്ത് അല്ല, ഞങ്ങള് ഫായിസ് എല്ലാരും വിളിക്കാറ്. എന്നോട് ഫൈസി ഇൻസ്റ്റാഗ്രാമില്. എന്താണ് ആരും അപ്പൊ ആ പേര് വിളിക്കാത്ത ഫൈസി? അതൊക്കെ എന്റെ വൈഫടൊക്കെ എന്നെ വിളിക്കലുണ്ട്. എന്നെ ഫൈസി എന്റെ വൈഫ് വിളിക്കണമെന്ന് കരുതിയിട്ട്. ഒരു കൊച്ചുണ്ട്, ഒരു കുട്ടിയുണ്ട്, രണ്ടാമത്തെ കുട്ടിയാവുന്നു അല്ലേ? ഒരു മോളുണ്ട് 2 വയസ്സുള്ള മോള്. അതെന്താന്നറിയോ, മോളാ എങ്ങാണ് പക്ഷെ പെട്ടെന്നായിരുന്നു. സമയം ഉണ്ടായിരുന്നില്ലേ? അതല്ല, എന്തായാലും ലൈഫിൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ എത്രയും പെട്ടെന്ന് അതെല്ലാം അങ്ങ് എഴുതി കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷനിലേക്ക് ഇറങ്ങാലോ സീരിയസ് ആയിട്ട്. അതല്ലേ ഫൈസി? അതാണ് എന്റെ പിന്നത്തെ ഒരു ഗുഡൻസ്. നേരത്തെ കല്യാണം കഴിച്ചു, കുറച്ചാൽ കഴിഞ്ഞ പെണ്ണിട്ടില്ലെങ്കിലോ കിട്ടിയ വഴി അങ്ങ് കല്യാണം കഴിച്ച്. ഞാൻ പ്രായം ഒന്നും ചോദിക്കുന്നില്ല, പക്ഷെ പെൺകുട്ടികളുടെ അടുത്താണ് പ്രായം ചോദിക്കരുതെന്ന് പറഞ്ഞ. ആൺകുട്ടികളുടെ അടുത്ത് പ്രായം വേണം ചോദിക്കാം. എന്തായാലും പറയണോ? പ്രായം 28 വയസ്സുണ്ട്. പറഞ്ഞു, 1 വയസ്സ് നോക്കിട്ടാ. എന്നോട് കുറച്ച് മുമ്പേ പറഞ്ഞപ്പോ വേറെ ആയിരുന്നു പ്രായം. 29 28 നേരത്തെ കണക്കിൽ കുറച്ച് വീക്കാണ്. 17 12 പറഞ്ഞു പറ്റിച്ച്. ശരി, അപ്പൊ നിങ്ങളുടെയൊക്കെ കൂടെ വിശേഷങ്ങൾ. നിങ്ങൾ എവിടുന്ന് എങ്ങനെ കണ്ടുപിടിച്ചു, എങ്ങനെ നിങ്ങൾ ഒരുമിച്ചു, പറയൂ. ഞങ്ങള് ആക്ച്വലി കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുകളിലുള്ള ബന്ധമാണ് എല്ലാവരും. അക്ബറിന്റെ നിങ്ങളെ സരിഗമപ്പ എന്ന് പറഞ്ഞ മ്യൂസിക് റിയാലിറ്റി ഷോയിലൂടെ ഒരുപാട് നമ്മുടെയൊക്കെ ഇഷ്ടം പിടിച്ചു പറ്റിയതാണ് അക്ബറൊക്കെ. അപ്പോൾ അക്ബറിനെ അറിയാം. അതെ, അത് കഴിഞ്ഞിട്ട് ജാസിമും ഒരുപാട് ഇതിങ്ങനെ വന്നതാണ്. അപ്പൊ നിങ്ങളെ അങ്ങനെ സിംഗേഴ്സ് എന്നുള്ള രീതിയിൽ അറിയാം. ഈ 3 പേരെ എവിടുന്ന് കിട്ടി, എങ്ങനെ കൂടെ കൂട്ടി? സിംഗറാ ആണല്ലേ? സിംഗർ, പക്ഷെ എന്താണെന്നറിയോ, അത്ര അതായിട്ടില്ല. പഠിച്ചു വരുന്നേ ഉള്ളൂ. അല്ലാതാവുമല്ലോ അക്ബറെ. കല്യാണം കഴിക്കണം, 2 കുട്ടികളുണ്ടാവണമായിരുന്നു. അപ്പൊ പ്രാരാബ്ദം പ്രൊഫഷനും മുകളിലാണ് അവന് അതിനെ മോനെ പൈസക്കുട്ട ഒന്നും മിണ്ടാനില്ലേ? ഞാൻ കേട്ട് പഠിക്കണല്ലോ. അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇവിടെ ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു വൈബ്, ഈ ഒരു എപ്പിസോഡിലൂടെ
ലോകം അറിയണം നിങ്ങൾ ആരൊക്കെയാണ്, എന്താണ് നിങ്ങളെ സ്പെഷ്യൽ ആക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവരെയൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് ഇതേപോലെ തന്നെ ഞാനും ജാസിമും ഫായിസൊക്കെ തൃശ്ശൂർ തന്നെയാണ്. അപ്പൊ ഫായിസിനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നതൊക്കെ. നിങ്ങൾ നേരത്തെ പരിചയം? അതായത് എല്ലാവരും ഈ ഇപ്പം പണ്ട് ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഷോക്ക് പോകുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടിയായിട്ട് വാപ്പാനായിട്ട് ഒരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഷോക്കൊക്കെ പോകുമ്പോ. അപ്പൊ അങ്ങനെ പലരെയും അറിയാം. പിന്നെ ഈ പറയുന്നത് പോലെ തൃശ്ശൂരാണ് എന്റെ സ്ഥലം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗ്, അതായത് ഒരു സ്റ്റുഡിയോയിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണത് ഇവന്റെ സ്റ്റുഡിയോയിലാണ്. സാബു സൗണ്ട് എഞ്ചിനീയർ ആണ്. മലപ്പുറത്തെ ഒരു പേര് കേട്ട സൗണ്ട് എഞ്ചിനീയർ ആണ്. മാക്ബ്രോ സ്റ്റുഡിയോ മലപ്പുറത്തെ ഒരു വലിയ ഒരു എഞ്ചിനീയർ ആണ്. അപ്പൊ അവന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ അവിടെ കയറി. അന്നൊക്കെ ഈ പറഞ്ഞ മാതിരി 300 രൂപ കിട്ടും ഒരു പാട്ട് മെലോഡി ചെയ്ത് കൊടുത്താല്. 2010-ലെ 2010, 11 അതുമാതിരി 13 കാലം കുറച്ച് ഉണ്ട് ആ ഭാഗത്തൊക്കെ. അപ്പൊ മലപ്പുറം അവിടെ വന്നിട്ടാണ് ഇവന്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് ഗഫൂർ. അങ്ങനെ ഗഫൂർ ഒരു പാട്ടുകാരനെ വേണം. അപ്പൊ സാബു സജസ്റ്റ് ചെയ്തു, അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഗഫൂറിനെ കൊണ്ട് എന്നെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കുന്നു. ഗഫൂറിന്റെ അവിടുത്തെ റോൾ എന്താ സ്റ്റുഡിയോയില്? ഞാൻ പാട്ട് പഠിപ്പിക്കാൻ വന്നതാണ്. പാട്ട് മ്യൂസിക് ഡയറക്ടർ ആണോ? അവന് എഴുതിയൊരു പാട്ട് ഞാൻ പാടാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ആ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ വീട്ടിലൊരു പാട്ടുകാരനുണ്ട്, കൊണ്ടുവരട്ടെ. അത് ഇദ്ദേഹത്തെ മാത്രമേ പാടിപ്പിക്കുള്ളൂ. ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടാൽ അങ്ങനെ ഞാൻ പാടി. പിന്നെ ആ സൗഹൃദം അവിടുന്ന് വീണ്ടും വളർന്നു. അങ്ങനെ പിന്നെ പിന്നെ തൃശ്ശൂരിന്ന് ഞങ്ങള് കൊണ്ടോട്ടിക്ക് റെക്കോർഡിങ്ങിന് പോകും. അത് ഈ അവിടെ പോയിട്ട് ഇവരൊക്കെ ഒന്ന് കാണും. ജാസിമിനെ അധികം കാണില്ല. ഞാൻ അതിന്റെ ഇടയ്ക്കാണ് ഞാനും കയറുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ സരിഗമപ്പയിലാണ് പിന്നെ ഒരുപാട് കൊല്ലം ശേഷം അക്ബർ ഖാനെ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് കണക്ട് ആയി, ഇത് ത്രൂ ഇവരായിട്ട് കണക്ട് ആയി. എല്ലാം വരുന്നത് ഈ എന്നിട്ട് കുട്ടികളൊക്കെ ബഹുമാനം തരുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അക്കാദമിക്കലി ഒന്നും നമ്മള് എഞ്ചിനീയറിംഗ്, ഇപ്പൊ ഞാനാണെങ്കിലും ഇവനാണെങ്കിലും ഓഡിയോ പ്രൊഡക്ഷൻ നമ്മള് പഠിച്ചിട്ടില്ല. ഡിഗ്രി ഇപ്പൊ ഇവന്റെ അടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് എന്റെ ഒരു ഗുരു ആയിട്ട് അതിൽ മാത്രം ഒരു ഗുരു. അതെ, ഈ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, സൗണ്ട് എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ മെലോഡി, അതിന്റെ വർക്കുകൾ അതൊക്കെ ആദ്യമായിട്ട് അക്ഷരം എഴുതി പഠിപ്പിച്ചാണ്. എല്ലാം സാബുവാണ്. മോനെ സാബു, ഇവരപ്പൊ കൂടെ കൂട്ടി നിങ്ങളുടെ ഗാങ് ഫോം ചെയ്തിട്ട് അപ്പൊ എത്ര നാളായി? ഇപ്പൊ നമ്മള് 4 പേരും ഒരുമിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി ഒരുമിച്ച്. പക്ഷെ ഞങ്ങളിപ്പോ പല വർക്കുകളും ഇങ്ങനെ ചെയ്തു, എന്താ പറയാ, കുറച്ച് ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ചെയ്തു വെച്ചേക്കാണ്. ഒക്കെ എല്ലാം കൂടി ഒരു എന്താ പറയാ, ഒരു വലിയൊരു സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ ഇടയിലേക്കാണ് പിന്നെ ജോയിൻ ചെയ്തത്. ഇവരുടെ ഈ ഒരു ടീമിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ രസം. ഡിഫറെന്റ് നെയിമാണ്. പറഞ്ഞേ. മാക്ബ്രോ വില്ല. അത് നമ്മള് ഇതാക്കിയേക്കാണ്, ചോട്ടാക്കി മാവ്. മാക്ബ്രോ വില്ല. അത് ഷോർട്ടാക്കി. അപ്പൊ ബ്രോ എവിടെ പോയി? മാവിനകത്ത് ഒരു ബി എന്തെങ്കിലും വേണ്ടേ? അത് ബ്രോ, അത് ഞങ്ങളാണ് ബ്രോ. നിങ്ങൾ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞ ബ്രോ നിങ്ങൾ അങ്ങ് എടുത്ത് മാവാക്കി. അപ്പൊ മാവ് എന്നുള്ള പേരിലാണോ നിങ്ങളിപ്പോ നിങ്ങളെ ഇങ്ങനെ? അതായത് മാക്ബ്രോ വില്ല എന്നുള്ള പേരാണ് മെയിൻ. മാവെന്നുള്ള രീതിയിൽ ഒരു പോഡ്കാസ്റ്റ് പരിപാടി ഇങ്ങനെ പോഡ്കാസ്റ്റിന്റെ കാര്യം അതിലാണ് ഇപ്പൊ പൈസ മറിയണത്. അതല്ല ഞാൻ നോക്കുമ്പോ എല്ലാരുടെ കയ്യിലും ഉണ്ട് ഇത് ഈ പരിപാടി. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് സ്റ്റുഡിയോയിൽ ഓൾറെഡി 2 മൈക്കും ഉണ്ട്, കണ്ടൻസർ. അല്ല, നമ്മളൊരു മിക്സ് കുറെ കണ്ടന്റ് എന്തായാലും വരും. അത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലും പരിപാടി കേട്ട് നല്ല കണ്ടന്റ്. അത് കറക്റ്റാ. അപ്പോ അത് പുറത്ത് വിടുമ്പോ നൈസ് ആയിരിക്കുമല്ലോ ആ ഒരു സാധനം. അതാണ്
അതാണ് സംഭവം. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരുമിച്ചിട്ട് നമുക്കൊരു നിങ്ങൾ എടുത്തിരിക്കുന്ന വില്ലയുടെ പേരാണ് മാക് ബ്രോ വില്ല. ആ വില്ലയ്ക്കകത്ത് നിങ്ങൾ ഒരു സ്റ്റുഡിയോ പോലെയൊക്കെ ചെയ്തിട്ട് ഈ മാവെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പോഡ്കാസ്റ്റ് നെയിമാണ്. പോഡ്കാസ്റ്റ് നെയിം. ഓക്കെ. എന്നിട്ട് എന്തൊക്കെ പോഡ്കാസ്റ്റ്? അതല്ലാതെ വേറെ ഗെയിമിംഗ് ഒക്കെ നല്ല ഗെയിമേഴ്സ് ആണ് കേട്ടോ. ഗഫൂർ നല്ല ഗെയിമറാണ്, ഫുട്ബോൾ പ്ലെയർ ആണ്, സ്കില്ലുള്ള പ്ലെയർ ആണ്. ഓഹോ. അപ്പൊ നമ്മള് സ്ട്രീമിൽ കളി അറിയാം. ഗെയിമില് ഗെയിമില് കളത്തിലിറങ്ങാൻ പറ്റില്ല. സാബുവിനെ കളി അറിയുള്ളൂ. പറഞ്ഞോ. ഇവനാണ് ഞങ്ങളുടെ വില്ലയിലെ ഏറ്റവും ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ. വാവ്. അപ്പൊ അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്ട്രീമിങ്ങും എന്താക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാം. അത് ഇതെല്ലാം ഇപ്പൊ ആക്റ്റീവ് ഓൾറെഡി ഡെയിലി നമുക്കൊരു 100-300 വ്യൂസ് എന്താ പറയാ ഒന്നും കേയില്ല, കേയൊന്നുമില്ല. അല്ല ഇങ്ങനെയൊക്കെയല്ലേ അക്ബർ തുടക്കം. തുടങ്ങുമ്പോൾ ഒരാള് കാണും, പിന്നെ 2 ആള് കാണും, പിന്നെ 2-3 പേരൊക്കെ അത് മാറി കാണലാണ്, മാറി അക്കൗണ്ടിൽ കാണും. നമ്മളെ ഫ്രണ്ട്സിനെ കൊണ്ട് കാണിപ്പിക്കും, പല അക്കൗണ്ടിൽ നിന്നും കാണും. അല്ല അങ്ങനെയൊക്കെയല്ലേ തുടങ്ങുന്നേ. 300 എന്നുള്ളത് 3000-ആയി, 3 ലക്ഷമായി, 30 ലക്ഷമായി. ഒരു വീഡിയോ 1 ലക്ഷം വ്യൂസ് ആയിക്കണേ. ആണോ? അതിന്റെ വീഡിയോ ഇപ്പൊ എടുത്തവര് പാടി. അത് പാടിയതല്ലേ ഗെയിമിന്റെ കാര്യം. ആ പേജിൽ അതൊരു ബ്ലോഗ് പേജ് ആണ്, അതിൽ വ്ളോഗ്സും ഉണ്ട് നമ്മുടെ. അപ്പൊ അതിൽ ഇവര് പ്രേമിക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു പാട്ട് പാടി, അത് അടിച്ചു കയറി, അത് 1 lakh ആയി. അത് ഇൻസ്റ്റയിലും നല്ല റീച്ച് ആയി. ഓഹോ. അപ്പൊ നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്ത് കാണുമല്ലോ? ഇവിടെ 10 മില്യൺ ഒക്കെ ഇട്ടിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളീ 1 lakh ആയിട്ട് നിങ്ങളുടെ തുടക്കമല്ലേ. അപ്പൊ നിങ്ങളുടെ ഓരോ മൊമെന്റും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് തന്നെ വേണം പോവാൻ. നമുക്ക് എന്ത് ചെയ്യാം, ആ സെലിബ്രേഷന്റെ ചെലവ് ആരെടുക്കും? പോയി വന്നാൽ ഞങ്ങക്ക് പിന്നെ ജീവിക്കാൻ ഇനി ഒരു വേറൊരു എവിടെയും പോണില്ല. വെറുതെ ദുബായിക്ക് പറഞ്ഞു വിടാൻ പോണോ? കാശുണ്ടല്ലോ. ഞങ്ങള് ഇടയിൽ കൂടുതൽ കാശ് പരിപാടികളുള്ളവർക്ക് 2 പേർക്ക് ഇവര് ഞങ്ങള് നോക്കട്ടെ. അതായത് നമുക്ക് സരിഗമപ്പോ വല്ലാത്തൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എനിക്കും ജാസ്മിനും. അതായത് അതിലുള്ളൊരു എനിക്ക് ടോപ്പ് 6 എത്തിയ ആൾക്കാരാണ്, അതിലെത്തിയ ആൾക്കാരാണ് നമ്മള്. അതിലെല്ലാവരും ഇപ്പൊ ഫുൾ ടൈം മ്യൂസിക് തന്നെ ആയിട്ട് ഭയങ്കര ആക്റ്റീവ് ആണ്. അപ്പൊ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് വാർക്ക പണിക്ക് ഓരോ സിംഗേഴ്സിനെ വിടണ മാതിരി ഇപ്പൊ എനിക്കില്ലെങ്കിൽ ഞാൻ ഇബനെ വിടും. ഇബനക്ക് ഇപ്പൊ 2 ദിവസം ഉണ്ടെങ്കിൽ ഇബനെ വിളിക്കാം, ഫ്രീ ഉണ്ടോ, ഞങ്ങളുടെ പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ അത്രത്തോളം പ്രോഗ്രാമിലേക്ക് നമുക്ക് എത്താൻ. എന്നിട്ട് ആ കാശ് കൊണ്ടൊക്കെ വരും ഞങ്ങളെ വില്ലയില്. നിങ്ങളെ നോക്കി വളർത്തി കഴിക്കാനുള്ളതൊക്കെ ഫുള്ള് സ്പ്ലിറ്റ് ചെയ്യലാണ്. അല്ല പൈസ ഇങ്ങനെ ഇവരോട് അവിടെ ഭാര്യയും പിള്ളേരൊക്കെ ഇല്ലേ? ഭാര്യയും പിള്ളേരുണ്ട്, അവരോട് വരും. ഭാര്യ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ഭാര്യ കല്യാണത്തിന് ശേഷം ആള് എന്റെ കൂടെ ഡിഗ്രി പഠിച്ചിരുന്നു. ഞങ്ങൾ സ്നേഹിച്ചിലാണ് കഴിച്ചാണ്. അത് മനസ്സിലായി. അതിനുശേഷം അല്ലാണ്ട് അറേഞ്ചൊന്നും എനിക്ക് കിട്ടാൻ ഒരു തലത്തില് നമുക്ക് അത് കല്യാണത്തിന് ശേഷം അവളോട് വന്നു. പിന്നെ ഡിസേബിലിറ്റി ഉള്ള കുട്ടികളില്ലേ, അവരെ പഠിപ്പിക്കുന്ന ടീച്ചറുടെ അതിന്റെ ബിഎഡും കാര്യങ്ങളും പഠിച്ചു. പിന്നെ PG എടുത്തു. അവള് ജോബിന് കയറി. അവളുടെ കാര്യങ്ങളൊക്കെ അവള് നോക്കും, എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കും. അവളുടെ കാര്യം കുട്ടികളുടെ കാര്യം അവള് നോക്കും, പിന്നെ എന്റെ കാര്യം അവള് നോക്കും. കുട്ടി അവളുടെ കൂടാണല്ലോ, അപ്പൊ അവൾ തന്നെ നോക്കണല്ലോ. അതല്ലാതെ ബാക്കി ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ഇപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ. ഞാനല്ലാതെ ഫണ്ടൊക്കെ ചെയ്യും. അല്ല, അപ്പൊ നീ കല്യാണം കഴിച്ചതിന്റെ ഉദ്ദേശം ഒരു ചെലവ് കൊടുക്കണില്ല, അവള് ചെലവെടുക്കണില്ല എന്നല്ലേ ഞാൻ പറഞ്ഞേ. അത് കുറച്ച് ടൈറ്റ് ആയിരുന്നു. ഇപ്പൊ നമുക്കൊന്ന് ഫ്രീ ആയി. ഇപ്പൊ മോളുടെ പേരിലൊക്കെ ചെറിയ സേവിങ്സും പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ അതും അവള് തന്നെ വേണ്ട ഇടാൻ, ഭാര്യ തന്നെ ഉണ്ട് ഇടാൻ. ഇവന്റെ ഇടുന്നത്. ആദ്യം ഞാനും മാത്രം ചെയ്തിരുന്നേ, ഇപ്പൊ അവളും കൂടി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മോളല്ലേ, അപ്പൊ എനിക്കൊരു പേടി. കുറച്ച് കഴിഞ്ഞാൽ അറിയില്ല. എന്തറിയോ, എന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാല് ടെൻഷനാണ്. അങ്ങനെ കെട്ടിച്ചു വിടുന്ന മറ്റുള്ള ബുദ്ധിമുട്ടൊക്കെ അറിയില്ല കേട്ടാ, വെറുതെ തമാശ. അപ്പൊ ബുദ്ധിമുട്ട് ടെൻഷന്റെ അല്ലേ, നമ്മൾ പാട്ടുകാരല്ലേ. അപ്പൊ ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു, അതുപോലെ PG കഴിഞ്ഞു. എനിക്ക് വേണമെങ്കിൽ ഗൾഫിലൊക്കെ ജോബിന് പോവാം, എനിക്ക് അത്യാവശ്യം സാലറി കിട്ടും. അതൊക്കെ ഒഴിവാക്കിട്ട് നിന്റെ ഡിഗ്രി ഒന്ന് പറയാം, നിന്റെ ക്വാളിഫിക്കേഷൻ പറയാം. ഞാൻ BSc ജിയോളജി കംപ്ലീറ്റഡ് ആണ് ഡിഗ്രി. MSc അപ്ലൈഡ് ജിയോളജി പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്. പിന്നെ പോരാതെ നെബോഷ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നിക്കണേ. അപ്പൊ എനിക്ക് എങ്ങനെ പോയാലും
എനിക്ക് 1 lakh എന്തായാലും സാലറി ഉണ്ടാവും. മെനക്കെടാൻ വയ്യല്ലോ, ജോലിക്ക് പോകണ്ടേ. മെനക്കെടുന്നതിന്റെ അല്ല, പാട്ട് സത്യം അത്ര പാട്ടുകാരനല്ലെങ്കിലും പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് കാരണം ഇത് ഇത് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷെ രണ്ടാമത്തത് നീ പറഞ്ഞത് ശരിയാണോ? എന്ത് അത്ര നല്ല പാട്ടുകാരനല്ല കൗണ്ടർ നല്ല സിംഗർ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലിപ്പോ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിക്കില്ല. എല്ലാവരും ഇഷ്ടം കൊണ്ടാണ് ഈ നിക്കുന്നത്. അപ്പൊ കിട്ടണ പൈസന്ന് മോളെ പേരില് സേവ് ചെയ്യും. അപ്പൊ കെട്ടിച്ചു വിടാൻ ധൃതിയായിട്ടല്ല, ആകെ 2 വയസ്സായിട്ടുള്ളൂ. അല്ല അപ്പൊ നീ വിചാരിക്കാൻ പറ്റില്ലല്ലോ. 18 വയസ്സ് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക്, അത് നിയമം. 24-25 വയസ്സൊക്കെയാണ് സ്റ്റാർട്ടിങ് കല്യാണം. നല്ലത് കൊറേ സമയമുണ്ട് സേവ് ചെയ്യാനപ്പോ. എന്നാലും പൈസ കഴിഞ്ഞ തകർത്ത് നിങ്ങളുടെ ഒരു അപ്പൊ നിങ്ങളൊക്കെ മാരീഡ് ആണോ? ഞാൻ മാരീഡ് ആണ്. ഒരു മോളുണ്ട്. മോന? മോള് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എത്രയില്? 1-ൽ. ഓക്കെ. ഫുൾ ആയിട്ടില്ല. കല്യാണം കഴിക്കുന്ന ആഗ്രഹം പകുതി കഴിഞ്ഞു. റിസപ്ഷൻ കൂട്ടി കൊടുത്തിട്ടില്ല. ഓ ഓക്കെ. ബാക്കി നിങ്ങളൊക്കെ ഫുൾ പാട്ടിന്റെ കാര്യത്തിൽ നിങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള ബാങ്കർ ആരാ? ഏറ്റവും കൂടുതൽ കാശുകാരൻ എല്ലാ അക്ബർക്കാണ്. കാശ് ഇറക്കുന്നത്, കാശ് ഉണ്ടായിട്ട് ഇറക്കണതല്ല, കാശ് ഇറക്കുന്നുണ്ട് നല്ലോണം. ഓക്കെ. ഇവരെ പിള്ളേർ രക്ഷപ്പെട്ടോട്ടെ സ്നേഹത്തോടെ. അപ്പോൾ അങ്ങനെ വിത്ത് അക്ബർക്കയുടെ സ്നേഹത്തോടു കൂടി നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. പവിഴ വലിയോടാ. ഓക്കെ. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാമില്ലരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാമില്ലരിയും ഭൂമി സുന്ദരം. ഈ പാട്ടൊക്കെ നിങ്ങളുടെ തന്നെ വില്ലയിലൊക്കെ ഇരുന്ന് നിങ്ങൾ പാടുമ്പം എനിക്കറിയാം നിങ്ങളുടെ ഈ ഒരു വൈബ് കാര്യങ്ങൾ. ഒരാള് ശ്രീനിവാസൻ ചെയ്യുന്ന പോലെയൊക്കെ പാട്ട് ഡാൻസ് ചെയ്യുക, ആക്ട് ചെയ്യുക, ഇതൊക്കെ ആരാ നിങ്ങളുടെ ഇടയിൽ? ശ്രീനിവാസ അവനാണോ? ശ്രീനിവാസനൊക്കെ ചെയ്യലുണ്ടോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആണെങ്കിൽ ഗെയിം ഓർക്കും. ഇടക്ക് പാട്ടുണ്ടാവാറുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ നമ്മളൊരു ചെറിയൊരു കൂടുന്ന പരിപാടി ഉണ്ടാവലുണ്ട്. പുറത്തുനിന്ന് സിംഗേഴ്സ് വരും, നമ്മള് ഹാർമോണിയം വെച്ചിട്ട് പാടലുണ്ട്. നമ്മളവിടെ മെഹ്ഫിലാക്കും. രാവിലെ വരെ നിന്നിട്ടുണ്ട്, ചിലപ്പോ 7 മണി വരെ. ചായ കുടിച്ചിട്ടാണ് അവർ പോവാ. നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ സ്ഥിരമായിട്ട് വരും. അവന്റെ കൂടെ കുറെ പാട്ടുകാരുണ്ട്, അടിച്ചു പൊളിക്കാം. പരിപാടി നടക്കും. ഇനി നിങ്ങളുടെ ഈ ഒരു നിങ്ങള് വലിയ എന്താ പറയാ പ്രതീക്ഷയോടെയൊക്കെയാണ് പോഡ്കാസ്റ്റും കാര്യങ്ങളും തുടങ്ങി ഇത്രത്തോളൊക്കെ നിൽക്കുന്നത്. പക്ഷെ ബിഗിനേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ വലുതായിട്ട് മനസ്സിലാക്കിയിട്ടോ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ തന്നെ പറയണ്ടോ ഇങ്ങനെയല്ലേ സ്റ്റുഡിയോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളപ്പോ ചെയ്തപ്പോ പറ്റിക്കുന്ന വൻ പരാജയ അബദ്ധം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാനത് പറയാതെ ഈ ഗ്യാങ്ങിൽ വന്നപ്പോ മോനെ സ്റ്റുഡിയോ ഒക്കെ കൊണ്ടോ കൂട്ടിയോ നമ്മൾ അതിന്റെ ഒരു സ്മരണയ്ക്ക് അതുകൊണ്ട് നമ്മളിവിടെ മാക്ബ്രോ എന്നുള്ള പേരിട്ടു. ഞാനത് മാത്രല്ല ഇവനിങ്ങനൊക്കെ പറയുന്നത് നോക്കണ്ട, അവിടെ ഉള്ള സ്റ്റുഡിയോയിൽ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അവിടുന്ന് അവിടെ വർക്ക് നടക്കുന്നുണ്ട്. അവന് കുറച്ച് വിവരമുണ്ട് നിങ്ങളോട്. ഷെയർ വന്ന വഴിക്കാൻ അവിടുത്തെ അസിസ്റ്റന്റ് അയച്ചു കൊടുക്കും സാലറി. കൊടുക്കൽ പരിപാടിയാ. നമ്മളൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇതിന്റെ വർക്ക് നടക്കുക ഡെയിലി. ഇതിന്നിപ്പോ ഒരു മാസം ഒരു 10 ലക്ഷം റുപ്യ വെച്ച് ഉണ്ടാക്കണം. അതാണ് പ്ലാൻ. പ്ലാനിങ് നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? ഞങ്ങളുടെ അക്കൗണ്ട് ബുക്കുമായിട്ട് 10 ലക്ഷം. 10 ലക്ഷം ചെറിയ എമൗണ്ട് അല്ലേ അത്? വലിയ ആഗ്രഹമൊന്നുമില്ല. ഞങ്ങൾ മൈൽസ്റ്റോണിന് ആ ലെവലിലേക്കൊന്നും എത്തിയിട്ട് പോലുമില്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിലേക്ക് ഉദ്ദേശിച്ചിങ്ങനെ കേറുമ്പോൾ വൻപൻ വീഴ്ചകളും കേക്കട്ടെ എന്തൊക്കെയായിരുന്നു? ഇല്ല, അങ്ങനെയുള്ള വീഴ്ചകൾ നമുക്ക് പറ്റാനുള്ളതായിട്ടില്ല അല്ലേ? അതിനുള്ള കാശ് ഞാൻ ഇറക്കിയിട്ടില്ല. കാശ് ഇറക്കിയ ആൾക്കാർക്കല്ലേ വിഷമം. അതിന്റെ കാശ് ഇറക്കാൻ എങ്ങനെ തോന്നി ഇവരുടെയൊക്കെ കഴിവും ഇതൊക്കെ കണ്ടിട്ട്? അപ്പൊ അങ്ങനെയൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കേമന്മാരായിരിക്കും. അത് അല്ല, കഴിവ് ഒരു രക്ഷയല്ല.
കഴിവില്ല. അല്ല, ഞാൻ വെറുതെ പറഞ്ഞേട്ടെ. അത് എന്താന്ന് വെച്ചാല് കഴിവില്ല. അങ്ങോട്ടാണ് അവിടുന്നാണ് ഈ വഴി അപ്പൊ പ്രൊട്ടസ്റ്റ് ചെയ്യോ ഒന്നുമില്ലേ? അപ്പൊ കഴിവില്ല. അല്ല, ഞാൻ പറഞ്ഞാല് എന്താ നമ്മുടെ സംസാരിക്കുന്നത്, വീഴ്ചകളെ കുറിച്ച് പറയണ ചേച്ചി പറഞ്ഞത്. അല്ല, അങ്ങനത്തെ വീഴ്ചകള് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവേ ഇല്ല. കാരണം ഇപ്പൊ നമ്മള് സംഭവം നമ്മുടെ അടുത്ത് ഫണ്ട് പൈസ ഒക്കെ കുറവാണ്. നമ്മളെ ചെറിയ മിനിമൽ ബജറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരുപാട് സംസാരിക്കും. ഒരു കണ്ടന്റിന്റെ ഷൂട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അതിന് മുന്നേ നമ്മൾ അതിന്റെ വരും വരായികകൾ, അതിന് എവിടെയൊക്കെ നമുക്ക് ചെലവ് വരുന്നുണ്ട്, ഒരാളെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഹോംവർക്ക് ചെയ്തതിന് ശേഷം നമ്മള്, കാരണം പൈസ എന്റെ അടുത്ത് ഇല്ല അധികം. അപ്പൊ നിങ്ങളുടെ കൂടെ പ്ലാനിങ് ഒക്കെ ആരാണ് നടത്തുന്നത്? പ്രീ പ്ലാനിങ്ങിന്റെ ആൾക്കാരൊക്കെ എല്ലാരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യും. എല്ലാ ദിവസവും രാവിലെ എനിക്ക് ഒരു പേപ്പർ എടുക്കും, ഇരുന്ന് വരച്ച് പ്ലാനിങ് പോകുമ്പോ പ്ലാനിങ്, അത് കഴിഞ്ഞാൽ ഇത് വിടും, വരുമ്പോ പ്ലാനിങ്, ഡെയിലി പ്ലാനിങ്. അല്ല, പ്ലാനിങ് വേണമല്ലോ, എപ്പോഴേലും ഇത് നടക്കണ്ട. അപ്പൊ പ്ലാനിങ് എന്താണ് ഫൈസ് ഇന്ന് രാവിലെ നിങ്ങളെടുത്ത പ്ലാൻ? ഇന്ന് രാവിലത്തെ പ്ലാന് നമ്മള് എന്തായിരുന്നു, വെള്ളിയാഴ്ച പള്ളി പോയതല്ലേ. പോഡ്കാസ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. പോഡ്കാസ്റ്റിൽ ഏത് ഗസ്റ്റിനെ കൊണ്ടുവരും നമ്മൾ സംസാരിച്ചിരുന്നു. പിന്നെ അക്ബർക്കൊക്കെ കണക്ഷൻസ് ഉണ്ട്, സരിഗമപ്പ പോലെ സ്റ്റാർസിംഗിലൊക്കെ ജൂറിയാണല്ലോ. നിങ്ങൾ സാധാരണ ബോയ്സ് എല്ലാവരും കൂടെ കൂടുമ്പോഴത്തേക്ക് ഇപ്പൊ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ഫുൾ പാട്ട്, രസങ്ങൾ, കുക്കിംഗ് ഇങ്ങനെയൊക്കെ ആയിട്ടാ പോണേന്ന്. പക്ഷേ നിങ്ങളും ഈ പ്രായത്തിലൊക്കെ ഉള്ള നല്ല പെണ്ണ് രസാ പക്ഷെ നമ്മൾ ഇടക്ക് ഇങ്ങനെ പെൺകുട്ടികൾ പോകുമ്പോ ഇങ്ങനെ ഇടക്ക് അയ്യോ ചേട്ടാ കട്ട് കള്ള് പരിപാടി ഒന്നുമില്ല. ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഇല്ല. അത് നമ്മൾ ഈ ഒരു ടീം അങ്ങനെയാണ്. അപ്പൊ പെണ്ണേ ഉള്ളൂ. നമ്മുടെ ജില്ലയില് നമുക്കൊരു മജ്ലിസ് തന്നെ ഉണ്ട്. മജ്ലിസ് എന്താ വെച്ചാല് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അത് മേടിച്ചതിന്റെ ശേഷം അവിടെ ആരും വീട്ടില് പോവാത്ത ഒരേ ഒരു ഏരിയ ഉള്ളൂ. ഞാൻ വന്നപ്പോ ചോദിച്ചല്ലോ, അവിടെ ഒരു കെട്ടിടപ്പുണ്ട്, ഞാൻ അവിടെ കിടന്നോട്ടെ, അവിടെ ആരും വരാറില്ലല്ലോ. നിസ്കാരമൊക്കെ ഉണ്ട്, പക്ഷെ അത്ര 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്കാരല്ല സത്യം. കറക്റ്റ് ആക്കാൻ ശ്രമിക്കില്ല. ചില സമയത്ത് ഞങ്ങള് എല്ലാവരും 5 മണിക്ക് പുലർച്ചെ 4:30-5 മണിയാകുമ്പോഴത്തേനും എണിക്കും. കാർ എടുത്തിട്ട് നേരെ പള്ളിയിൽ പോകും, സുബഹി നിസ്കരിച്ചിട്ട് ചായ ഒക്കെ കുടിച്ച് അങ്ങനെ വരും. ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞ മാസമൊക്കെ മൊത്തമായിട്ട് നിസ്കാരം നിസ്കാരം ചിലപ്പോ ശരിയാണ്. അത് നമ്മളിന്ന് അങ്ങനെ നോമ്പ് നമ്മള് കളയില്ല. നോമ്പ് കൊന്നാലാ പിന്നെ നോമ്പ് ഭയങ്കര നോമ്പ് നമ്മൾ എല്ലാ അടുക്കളുണ്ട്. നല്ല വെറൈറ്റി ഫുഡൊക്കെ നോമ്പാകുമ്പോ ചേച്ചി വീട്ടില് രക്ഷയില്ല. പിന്നെ അബ്ബർഗയുടെ വൈഫ് എന്താണ് അടിപൊളി കുക്കാണ്. വൈഫിന്റെ ഉമ്മ പല സാധനങ്ങളും എന്തോരം വിഭവങ്ങളാ നമ്മളൊന്നും കാണാത്ത. ഒന്ന് കെട്ടിക്കൊണ്ടുവന്നിരുന്നെങ്കിൽ. കെട്ടിക്കഴിഞ്ഞ സാധാരണ ആൾക്കാരുടെ അല്ല, അവരെ പോലെ ജീവിക്കുന്ന ഇവരുടെ കൂടെ വില്ലയില് കൊണ്ടുവരാൻ അല്ലല്ല, മുണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. അല്ല, അതല്ല, അവൾക്ക് പറഞ്ഞ മാതിരി പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനായിരിക്കും ഇപ്പഴേ ദുബായിക്ക് പോകുന്നത്. അപ്പൊ പിന്നെ അപ്പൊ പറയാലോ ഞാൻ ദുബായിലാണ്. അതിന് എന്നിട്ട് ഇവിടെ ദുബായിൽ വന്നിട്ട് വേണം കെട്ടാൻ റിസപ്ഷൻ. അതെ അതെ അതെ. പരിപാടി നിങ്ങൾ എവിടെ ലക്നൌവില് കുതിര. എറണാകുളത്ത് അവള് ഒന്ന് പറയട്ടടാ, അവള് ആയുർവേദ ഡോക്ടറാ. അപ്പൊ ഇവിടെ കൊച്ചിയിലാണല്ലോ കൂടുതൽ അറബികളൊക്കെ വരുന്നത്. അറബികളെ ചാക്കിട്ട് പിടിക്കാന്നുള്ള അതാണ് അവളുടെ ഇന്റൻഷൻ. ഞങ്ങള് അക്ബർക്ക് ദുബായിൽ നിന്ന് പോയി വന്നതിന് ശേഷം ഞങ്ങളെ പ്ലാൻ എന്ന് വെച്ചാല് ലക്നൌക്ക് പോകുമ്പോ ട്രെയിന് മറ്റേ കയറൊക്കെ കെട്ടിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു നല്ല സെലിബ്രേഷൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ള പരിപാടി. ഒരു എന്താ പറയുക, അവരുടെ അവിടുത്തെ ഭയങ്കര ഇത് നമുക്ക് ഇത് അറിയില്ലല്ലോ. അവിടെ ഈ പറഞ്ഞ ഒരു ദിവസം സംഗീതം, ഒരു ദിവസം ഹൽദി, ഒരു ദിവസം മെഹന്തി, പിന്നെ എന്താ പറയാ ബറാത്ത് നൈറ്റ്, അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. അവര് ലക്നൗ.
ഓ അപ്പൊ ശരിക്കും പറഞ്ഞാണോ വെറുതെ പറഞ്ഞതല്ല. അല്ല ചേച്ചി ഞാനിപ്പോ ഞാൻ വിചാരിച്ചു കളിയാക്കിയതാണ് ഹിന്ദിക്കാരി അതെങ്ങനെ പോലെ look ചെയ്തു? പ്രേമിച്ച് അറേഞ്ച് മാരേജ് കിട്ടില്ലെന്ന് അറിയാം അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് നോട്ട് ചെയ്ത് അവൻ ball വെച്ചോണ്ടിരിക്കുന്നത് correct സമയമായപ്പോഴേക്കും അങ്ങ് ഇട്ടു. അല്ല, മോനെ എങ്ങനെ പോയി തപ്പിയെടുത്ത്? നമ്മളിങ്ങനെ കണ്ട് സത്യം പറഞ്ഞാ പരിചയപ്പെട്ടു. പാട്ട് പഠിക്കാൻ പോയതാ, ആ പാട്ട് പഠിക്കാനോ? പഠിക്കാന് ഹിന്ദിയൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് പാട്ട്. ആക്സെന്റ് ഒക്കെ ഒന്ന് ശരിയാക്കാന് ആ, അവസാനം അതിന് അവൻ അവള് ലക്നൗ വരെ പോയി. അല്ല ഇവിടെ ഇരുന്ന് കൊച്ചിയിൽ തന്നെ കൊച്ചിയിലാണ്. കൊച്ചിയിലുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അവളെ അനിയത്തിമാരൊക്കെ ഇവിടെ മറ്റേ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവര് പിള്ളേരെ ഇങ്ങോട്ട് വിട്ടു. ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു. എന്നിട്ട് ഇവിടെ വന്നിട്ട് നശിപ്പിച്ച്. എന്നിട്ട് ഇപ്പൊ അച്ഛനമ്മ ചെയ്യുന്നു. എന്നിട്ട് ഇപ്പൊ എന്ത് അല്ല കിട്ടി? അല്ല ഉഗ്രനാ. അവരെ വീട്ടില് ആണോ? അവർക്ക് ഇന്നെ ഭയങ്കര അമ്മായിമാക്കും എല്ലാം ഫ്ലാറ്റ് ആക്കി വെച്ചിരിക്കാണ്. എന്തോ ഭയങ്കരമായിട്ട് തരാനുള്ള പ്ലാൻ ഉണ്ടാവും. അവിടെ അവളെ ഞാൻ ഇടയ്ക്ക് അവളുടെ ഉമ്മാടത്തൊക്കെ പറയും എനിക്ക് ഡൗറി ഒന്നും വേണ്ട കേട്ടോ, ഞാൻ ഒന്നും സ്വീകരിക്കണ ആളല്ല. അപ്പൊ പറയും ഞങ്ങളത് തരൂല. പ്രതീക്ഷിക്കാതെ അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെ ഫുൾ ഹിന്ദിയിലാണ്? ഹിന്ദി സംസാരിക്കും ഇപ്പൊ ആ ഒരു പ്രശ്നമുള്ളവന് മാത്രാണ്. കാരണം കുക്കിങ്ങിന്റെ സമയത്ത് വൈഫ് കയറി കഴിഞ്ഞാല് ഓ ഇവനോടാണ് കൂടുതൽ സംസാരം. അപ്പം മൗനവ്രതം കയറും. ഇല്ലില്ല, അപ്പൊ അല്ലേ ഞാൻ ഇംഗ്ലീഷ്. പിടിച്ചേക്കും. ഞാൻ കുറച്ച് ഇംഗ്ലീഷും കുറച്ച് ഹിന്ദി കുറച്ച് മലയാളം മിക്സ് ചെയ്തോണ്ട് വിടും. കേട്ടോ? ആഹാ. ഭാവി മലയാളം അറിയാം. മലയാളം നന്നായി മലയാളം അറിയാം. എന്ത് പറഞ്ഞാലും മനസ്സിലാവും, സംസാരിക്കും ചെയ്യും. എങ്ങനെ ഓ ഉണ്ട്. മലയാളം പഠിച്ചു തുടങ്ങി. പഠിച്ചു തുടങ്ങി. പിന്നെ ഊഞ്ഞാലിന് ഊണാലെന്നൊക്കെ പറയും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനത്തെ സമയത്തുള്ള പ്രശ്നങ്ങള് അത് രായ്ക്ക് വേട് വരും. ഉണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നേ വേറെ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, മലയാളമൊക്കെ നന്നായി സംസാരിക്കും. ആഹാ. ഇംഗ്ലീഷും ഹിന്ദി ഓൾറെഡി പറയണതല്ലേ. ഇക്കയും പഠിച്ചു ഹിന്ദി. പക്ഷെ നിങ്ങളൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഈ ഒരു ഇപ്പത്തെ നിങ്ങളുടെ ഒരു വൈബും ഒരു അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്ന ഒരു പെണ്ണ് വന്നാൽ അകലമ്പാവുന്നാണോ പറഞ്ഞത്? നിങ്ങളുടെ ഈ വില്ലയിൽ തന്നെ താമസിപ്പിക്കും. നിങ്ങൾ വേറെ താമസിക്കാൻ അല്ല ഇപ്പൊ പറഞ്ഞതിന്റെ ടോണ് മനസ്സിലായില്ല. അതെന്തല്ലോ ഇത്രയും നാളുള്ള സന്തോഷം പോകുന്നുടാ. നിങ്ങൾ മാഗ്ബ്രോ വില്ലയിലേക്ക് ഓളെ പക്ഷെ കൊണ്ടുവരും. വരാറുണ്ട്. അല്ല കല്യാണം കഴിഞ്ഞ് ഇവിടെ തന്നെ താമസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അല്ല അങ്ങനല്ലല്ലോ. അല്ല ഇതെന്താ അതെന്താണ്? സത്യം അതിനുള്ള പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങൾക്ക് 2 എഡിറ്റർമാര് വേറെ ഉണ്ട്. പിന്നെ ഇത്ര ആൾക്കാരുണ്ട്. അതൊന്നുമല്ല, ഇതൊരു പ്രൊഫഷൻ, ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ടാണ് സംഗതി ഞങ്ങൾ അതാണ് അതിന്റെ ശരിക്കുള്ള ഉത്തരം. മനസ്സിലായ? അത്രേ ഉള്ളൂ. ഒരു വർക്കിംഗ് സ്പേസ്. അതെ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രൊഫഷൻ വേറെ, പേഴ്സണൽ ലൈഫ് വേറെ. അതല്ലേ ഞാൻ പെണ്ണിനെ നാട്ടി കൊണ്ടുവന്നു. ഇടയ്ക്ക് ദുബായിന്ന് വരുന്ന പോലെ അവിടെ പോയി ഇടയ്ക്ക് കൊണ്ടുവരും. ബാർബർക്ക് കൊണ്ടുവരലുണ്ട്. പിന്നെ ഇവര് ഏതോ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് വരലുണ്ട്. അത് ഫ്രണ്ട്സടാ. ഫ്രണ്ട്സ് അതെ. ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരെ. ഇല്ല ഇവിടെ അതല്ല പെണ്ണിനെ കൊണ്ടുവരുന്ന കാര്യം വീട്ടിക്ക്, അവന്റെ പെണ്ണിന്റെ. ഓ വീട്ടിൽ പെണ്ണിന്റെ. ഓക്കെ ഓക്കെ. ഇന്നാള് വന്ന പെണ്ണേതാ? അത് നമുക്ക് ഇത് ഒറിജിനൽ കൊണ്ടുവരുമ്പോ ചോദിക്കണം ഇതാണോ വൈഫ്, അപ്പൊ മറ്റേ വന്നാരാന്ന് അവരുടെ മുഖത്തേക്ക് അപ്പം ചോദിക്കണം. അല്ല സാബു ഭയങ്കര ജെനുവിനാന്നുള്ളത് അങ്ങനെ ഒരു വിചാരം പുള്ളിക്കാരത്തേക്ക് ഉണ്ട് ഓൾറെഡി. കുടുംബകലഹത്തിന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ കോമഡിക്ക് പറഞ്ഞാണ്, ആരുമായിട്ട് വന്നിട്ടില്ല. അവനെ കണ്ടറിയാം അവന്റെ ഇരിപ്പ് ഇത് അല്ല അവന് അറിയാലോ. ഇതിൽ ഏറ്റവും ഡീസന്റ് ഇവൻ ആണല്ലേ. അല്ല സാബുക്ക നമ്മ സാബുക്ക് ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ട് സാബുക്ക് ഡെയിലി വീഡിയോ കോൾ ചെയ്യും. വീഡിയോ കോൾ സംസാരിക്കും. ആ മൂഡാണ്. ഫാമിലി മാനാ ആണല്ലേ. എങ്ങനെയോ വന്ന് പെട്ടു, അബദ്ധത്തിൽ വന്ന് പെട്ടു, പാവം നുഴഞ്ഞ് അടക്കിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി പെണ്ണിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാല് ചെലവ് നടക്കില്ലല്ലോ. അതെന്താ? അല്ല പിന്നെ ആരാ പിന്നെ ചെലവ് നോക്കുക? ഓ അങ്ങനെ. ഇത് വർക്ക് പ്ലേസ് ആണല്ലോ. വർക്ക് പ്ലേസിൽ വന്നാലൊക്കെ തന്നെയാണ് ഞങ്ങളെല്ലാരും കൂടി മെല്ലെ മാറി